നമ്മുടെ അഭിമാനം, മലയാളത്തിന്റെ അഭിമാനം എച്ച്.എസ്. പ്രണോയ് അല്പസമയത്തിനകം തന്നെ പാരീസിൽ മത്സരത്തിനിറങ്ങാൻ വേണ്ടി പോവുകയാണ്. 8 മണിക്ക് ശേഷമാണ് മത്സരങ്ങൾ നടക്കുക. ഈ സാഹചര്യത്തിൽ പ്രണോയുടെ കുടുംബം ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി. പാരീസ് ഒളിമ്പിക്സിൽ മലയാളത്തിന്റെ അഭിമാന താരം എച്ച്.എസ്. പ്രണോയ് ബാഡ്മിന്റൺ മത്സരത്തിൽ അല്പസമയത്തിനകം ഇന്ത്യക്കായി ഇറങ്ങുമ്പോൾ ആവേശത്തിലും ആകാംക്ഷയിലുമാണ് പ്രണോയുടെ കുടുംബം. മെഡൽ പ്രതീക്ഷകൾ പ്രണോയുടെ അച്ഛനും അമ്മയും കൈരളി ന്യൂസിനോട് പങ്കുവച്ചു. കേരളത്തിൻ്റെ അഭിമാന താരം എച്ച്.എസ്. പ്രണോയ് ഇന്ന് ഇന്ത്യക്കായി ബാഡ്മിൻ്റണിൽ പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ മത്സരത്തിന് ഇറങ്ങുകയാണ്. വലിയ പ്രതീക്ഷയിലാണ് പ്രണോയിയുടെ കുടുംബവും ഉള്ളത്. പ്രണോയിയുടെ അച്ഛനും അമ്മയും നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇന്നിപ്പോൾ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നതിൻ്റെ ഒരു പ്രതീക്ഷ, അതിൻ്റെ ഒരു ആകാംക്ഷയൊക്കെ? അല്ല, ഇന്നത്തെ കളി എന്ന് പറയുമ്പോൾ പ്രണോയ് ഇന്നുവരെ കളിച്ചിട്ടുള്ള എല്ലാ മാച്ചും കാണുന്നത് പോലെ മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. കാരണം ലോകത്തെ ഏതൊരു സ്പോർട്സ് താരത്തിൻ്റെയും ഏറ്റവും അൾട്ടിമേറ്റായിട്ടുള്ള ഒരു ചിന്ത തന്നെയാണ് ഒരു ഒളിമ്പിക്സ് മെഡൽ എന്ന് പറയുന്നത്. അത് ആ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു മെഡലല്ല, ആ ഒരു കുടുംബത്തിന് കിട്ടുന്ന മെഡലല്ല, നമ്മുടെ രാജ്യത്തിനും അവരോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ സ്പോർട്സ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കും എല്ലാവർക്കും ആയിട്ട് കിട്ടുന്ന ഒരു മെഡലാണ്. ഇപ്പോൾ ഒളിമ്പിക്സ് മെഡലിൻ്റെ ആ ഒരു ചിന്ത അത് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെയാണ് പാരൻസായ ഞങ്ങൾക്കും. അവന് കിട്ടട്ടെ എന്ന് അങ്ങേയറ്റം വരെ പ്രാർത്ഥിക്കുന്നു. ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടി, അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിൽ വെങ്കലം ഉണ്ടായിരുന്നു, ഇൻഡിവിജ്വൽ മത്സരത്തിൽ, ഗ്രൂപ്പ് മത്സരത്തിൽ വെള്ളി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ഒളിമ്പിക്സിലെ ഒരു മെഡലിലേക്ക് കുതിക്കാനുള്ള അതിൻ്റെ ഒരു പാതയിലായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ പ്രാക്ടീസൊക്കെ? അവസാന നിമിഷം ചിക്കൻ ബോക്സ് ഉൾപ്പെടെയുള്ള വന്നു എന്നൊക്കെ വാർത്തയുണ്ടായിരുന്നല്ലോ. അല്ല, എല്ലാ മെഡലുകളും അവരുടെ ലൈഫിൽ കിട്ടുന്ന ഓരോ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നതും അവരുടെ മുന്നോട്ട് പോകാനുള്ള അടുത്ത ഒരു കാൽവെപ്പിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു എനർജിയാണ്. പ്രത്യേകിച്ചും ഏഷ്യൻ ഗെയിംസിലെ മെഡൽ എന്ന് പറയുന്നതും വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ മെഡൽ എന്ന് പറയുന്നതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മെഡൽ തന്നെയാണ്. അപ്പോൾ അത് അവർ കരുത്തരാണ്, അവർക്ക് കൂടുതൽ ശക്തമായി കളിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നൽകുന്ന 2 മെഡലുകൾ തന്നെയായിരുന്നു. പ്രണോയ്ക്ക് ഏത് കാലത്തും അവനുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം അവന് ഉണ്ടായിട്ടുള്ള മെഡിക്കൽ പ്രോബ്ലംസാണ്. ഈ പറയുന്ന പോലെ തന്നെ കഴിഞ്ഞ മാസം ഒരു 26-ാം തീയതി ആയപ്പോൾ അവന് ചിക്കൻ ഗുനിയ വന്നു. അത് ആരും പ്രതീക്ഷിക്കാതെ ഓസ്ട്രേലിയൻ ഓപ്പൺ കഴിഞ്ഞ് വന്ന് 2 ദിവസം പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ വന്നു കിട്ടിയ ഒരു അസുഖമായിരുന്നു. പിന്നെ എല്ലാവരും എൻ്റെ പുറകിലായിരുന്നു. അമ്മയും അവനോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ആ സമയത്തല്ല. ഒരു 2 ആഴ്ചയോളം ആ മെഡിക്കൽ പ്രോബ്ലംസുമായിട്ട് മുന്നോട്ട് പോയി. ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ടും കൂടെ ഉണ്ടായിരുന്ന കോച്ചസ് ആണെങ്കിലും ബാക്കിയുള്ള ട്രെയിനേഴ്സ് ആണെങ്കിലും ഫിസിയൊക്കെ ആണെങ്കിലും ത്രൂ ഔട്ട് അവനോടൊപ്പം തന്നെ എല്ലാ ദിവസങ്ങളിലും നിന്ന് അവനെ ഈ ഒരു കളിക്ക് വേണ്ടിയിട്ട് പ്രാപ്തനാക്കി. ഒരു 1.5-2 ആഴ്ചയോളം മാത്രമേ പ്രണോയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയുള്ളൂ. ഞാനും ഒരാഴ്ചയോളം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ ആ പ്രോബ്ലംസ് എല്ലാം ഓവർകം ചെയ്തു ഇപ്പം നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ ഒളിമ്പിക്സ് മെഡൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ദൈവത്തിൻ്റെ അനുഗ്രഹവും ഭാഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ, കാര്യം അവരുടെ കളിയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നതൊക്കെ അങ്ങനെയാണ്. നമുക്ക് നല്ലൊരു ഡ്രോ കിട്ടുകയും നമുക്ക് ക്രൂഷ്യലായിട്ടുള്ള ഒരു ക്വാർട്ടർ ഫൈനലിൽ ജയിക്കാൻ പറ്റിയാൽ നമുക്കൊരു മെഡൽ കിട്ടും. അപ്പോൾ പ്രണോയിന് വേണ്ടിയിട്ട് വളരെയധികം മനസ്സ് അതിന് വേണ്ടിയിട്ട് തന്നെ അർപ്പിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ഭാഗ്യം. വിളിച്ചോ ഇന്നിപ്പോൾ? ടൂർണമെൻറ്റിൻ്റെ ആ ദിവസങ്ങളിലൊന്നും ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാറില്ല. കളി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാനോ വൈഫോ അവനെ വിളിച്ച് സംസാരിക്കാറുള്ള. കാര്യം കളിയുള്ള ദിവസങ്ങളിൽ ഞങ്ങളാരും വിളിക്കാറില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടും. പൊതുവെ അവരങ്ങ് ഫ്രീ ആയിട്ട് വിടുകയാണ് ഇന്നുവരെയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കേരളം കാത്തിരിക്കുന്നത് പോലെ പ്രണോയ്ക്ക് ഈ പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടാൻ കഴിയട്ടെ എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വീട്ടുകാർക്കൊപ്പം കേരളവും ഉള്ളത്. ക്യാമറമാൻ സജു കാഞ്ഞിരപ്പുറത്തിനൊപ്പം വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.